അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരനരായ സഹോദരന്മാരെ, സഹോദരികളെ, ദുരന്തത്തിന് ഇരയായ, മുസീബത്തിന് വിധേയനായ ഒരു വ്യക്തിയെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുകയും അതിനുള്ള പ്രതിഫലം കാംക്ഷിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുക എന്നത് സുന്നത്തായ ഒരു കാര്യമാണ്. താസിയത്ത് അഥവാ അനുശോചനം എന്നാണ് ഈ സൽക്കർമ്മത്തിന് ഇസ്ലാം വിളിച്ചിട്ടുള്ളത്. മഹാനായ അംർ ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ മുസീബത്തിന് വിധേയനായ ഒരു വ്യക്തിയെ ക്ഷമിക്കാൻ ഉപദേശിച്ചാൽ അന്ത്യനാളിൽ കറാമത്തിന്റെ ഉടയാട അണിയിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബഷീർ ഇബ്നു അഖ്റബ, അദ്ദേഹത്തിന്റെ ഉപ്പ ഉഹദിൽ വെച്ച് ഷഹീദായ സന്ദർഭത്തിൽ അനാഥനായി പോയ ബഷീർ കരഞ്ഞുകൊണ്ടിരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ അടുക്കൽ എത്തുകയാണ്. ഉസ്കുൻ, സമാധാനപ്പെടൂ. അമാ തർല അൻ അകൂന അന അബൂക വ ആയിഷ ഉമ്മുക, ഞാൻ നിന്റെ ഉപ്പയും ആയിഷ ഉമ്മയുമായാൽ അതിനെ നീ ഇഷ്ടപ്പെടുന്നുവോ എന്ന ആശ്വാസവാക്കുകളാണ് അനാഥത്വം പേറി നിൽക്കുന്ന ഒരു കുഞ്ഞിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ. മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഇബ്രാഹിം മരണപ്പെട്ട സന്ദർഭത്തിൽ തൻ്റെ സ്വന്തം മോളോട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഇബ്രാഹിം മരണപ്പെട്ട സന്ദർഭത്തിൽ തൻ്റെ പൊന്നുമോളെ ഉപദേശിക്കുന്ന വാക്കുകളുണ്ട്. സലാം ചൊല്ലി അയച്ച് പറഞ്ഞ വാക്കുകൾ: ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ല ഷൈഇൻ ഇൻദഹു ലിഅജലിൻ മുസമ്മ വൽതസ്ബിർ വൽതഹ്തസിബ്. അല്ലാഹു തന്നത് അല്ലാഹുവിനുള്ളതാണ്, അതവൻ എടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ക്ഷമിക്കുകയും ഈ വിയോഗത്തിൽ പുത്രൻ മരിച്ച വേദനയിൽ അതിൻ്റെ കൂലി ആഗ്രഹിക്കുകയും ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. മദീനത്തെ പള്ളിയിൽ പ്രവാചക തിരുമേനിയുടെ ക്ലാസ്സിന് സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒരു ഉപ്പയും മോനും, ആ മകൻ ഒരു ദിവസം മരിച്ചതോടുകൂടി ഉപ്പ സദസ്സിൽ നിന്ന് വിട്ടകന്നു പോവുകയാണ്. പുത്ര വിയോഗത്തിൽ ക്ലാസ്സിൽ വരാത്ത ആ സഹോദരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സ്വന്തം മോൻ മരിച്ചതിന്റെ സങ്കടത്തിലാണ് വരാത്തത് എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു: യാ ഫുലാൻ, അല്ലയോ സഹോദര, അയ്യുഹുമാ കാന അഹബ്ബ ഇലൈക, നിനക്കേതാണ് ഏറ്റവും ഇഷ്ടം? അൻ തമത്തഅ ബിഹി ഉംറക്, ഈ പൊന്നുമോൻ നിന്റെ കൂടെ ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കുകയും എന്നിട്ട് അതിൽ സുഖിച്ച് സന്തോഷത്തോടു കൂടി കഴിയുകയും ചെയ്യലാണോ? ഔ ലതഅതി ഇലാ ബാബി മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തഹു ഖദ് സബഖ ഇലൈഹ വയഫ്തഹു ലക്, നിനക്ക് മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുകയും നിനക്കായി സ്വർഗ കവാടം തുറന്നു തരികയും ചെയ്യുന്ന ഒരു കുഞ്ഞിനെ കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്? ആ സ്വഹാബി പറഞ്ഞത്: ബൽ സബഖനി ഇല അബ്വാബിൽ ജന്ന വയഫ്തഹു ലി, എൻ്റെ മുമ്പ് സ്വർഗത്തിലെത്തി എനിക്ക് വാതിൽ തുറന്നു തരുന്നൊരു കുഞ്ഞിനെ കാണാനാണ് പ്രവാചകരെ ഞാൻ ആഗ്രഹിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു: ഫദാക ലക്, എങ്കിൽ ആ നേട്ടം നിനക്കുണ്ട്. അവലി ഖാസ്വ, ഇതെനിക്ക് മാത്രമുള്ളതാണോ നബിയെ? അല്ല, എല്ലാവർക്കുമുള്ളതാണ്. പുത്രവിയോഗത്താൽ വേദനിക്കുന്ന മുഴുവൻ മാതാപിതാക്കൾക്കും ആശ്വാസത്തിന്റെ വചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സൗഭാഗ്യത്തിന്റെ 3 ലക്ഷണങ്ങൾ മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹ്മഹുല്ല പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദാ ഉഅ്തിയ ശക്കറ, അല്ലാഹുവിനാൽ വല്ല അനുഗ്രഹവും ലഭിച്ചാൽ അതിന് നന്ദിയുള്ളവനായി ജീവിക്കും. വൈദുബ്തിലിയ സബറ, എന്തെങ്കിലും ഒരു പരീക്ഷണമോ വിപത്തോ വന്നു ചേർന്നാൽ അതിന്റെ പേരിൽ ക്ഷമിക്കും. വൈദ അതിന ബസ്തഗ്ഫറ, എന്തെങ്കിലും ഒരു തെറ്റു പറ്റിപ്പോയാൽ അള്ളാഹുവിനോട് മാപ്പിരക്കും. എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എന്ന് നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അബൂ ഹസ്സൻ എന്നറിയപ്പെടുന്ന താബിഈയായ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു: എൻ്റെ 2 മക്കൾ മരിച്ചു, എനിക്ക് ആശ്വസിക്കാൻ വല്ല ആശ്വാസവാക്കുകളും എനിക്ക് പറഞ്ഞു തരാമോ? മഹാനായ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു: സിഗാറുഹും, മരണപ്പെടുന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർ ദആമിസുൽ ജന്ന, സ്വർഗത്തിലെ ശാശ്വതവാസികളും ദആമിസുകളുമാണ്. യൽതഖി അഹദുഹും അബാഹും ഫയഖുദു സൗബഹും, ഓരോരുത്തരും പരലോകത്തെത്തുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ അവർ കണ്ടെത്തുന്നു. ഫലാ യുഫാരിഖുഹു ഹത്താ യുദ്ഖിലഹു അല്ലാഹു വ അബാഹു ഫിൽ ജന്ന, ആ ഉപ്പയുടെ വസ്ത്രത്തിൽ പിടിച്ചു തൂങ്ങി 2 പേരെയും അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വരെ ആ കുഞ്ഞ് ഉപ്പയോടൊപ്പം ഉണ്ടാകുമെന്നതാണ്. ഇങ്ങനെ സ്വന്തം മക്കൾ മരണപ്പെട്ടു പോയാൽ അവർ നാളെ സ്വർഗത്തിൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന സന്തോഷങ്ങളായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. 9 മക്കളെയും കൊണ്ട് ഒരു മല കയറിയ സഹോദരിയുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഗുഹയിൽ കുട്ടികളെ പാർപ്പിച്ച് സഹോദരി പുറത്തു പോയതിനിടയിൽ മഴ പെയ്ത് മലയിളകി മണ്ണിടിഞ്ഞ് മുഴുവൻ ആളുകളും തൽക്ഷണം മരണപ്പെട്ടു പോവുകയാണ്.
എനിക്ക് തന്ന മക്കളെ ഞാൻ ഇത്ര പോറ്റിയിട്ടും എൻ്റെ ജീവിതകാലം മുഴുവൻ അവരെനിക്ക് കിട്ടാതെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം ആശ്വസിക്കുകയായിരുന്നു ആ സഹോദരി. വിതുമ്പുന്ന വേദനകൾ നെഞ്ചകങ്ങളിൽ കാത്തു സൂക്ഷിക്കുമ്പോഴും പാരത്രിക ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ ഉതകുന്ന പരീക്ഷണങ്ങളാണ് ഇത്തരം ദുരന്തങ്ങൾ എന്ന് പഠിപ്പിക്കുന്ന മാനവികതയുടെ സന്ദേശമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. പരസ്പരം ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും വേദനകളിൽ പങ്കുചേരാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.